നമസ്കാരം. മലപ്പുറം ജില്ലയിലെ 8 മണ്ഡലങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. കൊണ്ടോട്ടി മുതൽ വേങ്ങര വരെയുള്ള 8 മണ്ഡലങ്ങൾ, അവിടുത്തെ വിജയ സാധ്യതകൾ എന്താണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും ഇത് കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കാണുക. ഇന്ന് നമ്മൾ തവനൂർ മുതലുള്ള മണ്ഡലങ്ങളാണ്, അടുത്ത 8 മണ്ഡലങ്ങളാണ്. അപ്പോൾ കഴിഞ്ഞ 8 മണ്ഡലങ്ങളിൽ എന്തായിരുന്നു വോട്ടിൻ്റെ സ്ഥിതി, അതായത് ഇലക്ഷൻ എങ്ങനെയായിരിക്കും, ആരാണ് ജയിക്കുക എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് പ്രൊഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത 8 മണ്ഡലങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. മലപ്പുറത്തെ അവസാനത്തെ 8 മണ്ഡലങ്ങൾ ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് 2 വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കാണുക, എന്നിട്ട് ഇത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും നന്നാവുക. തുടർച്ചയായി വരുന്നു മലപ്പുറത്തെ അവസാനത്തെ 8 മണ്ഡലങ്ങൾ. മലപ്പുറം ജില്ലയിലെ അടുത്ത മണ്ഡലം എന്ന് പറയുന്നത് തിരൂരങ്ങാടിയാണ്. 95-ലെ AK ആൻ്റണിക്ക് അഭയം കൊടുത്ത മണ്ഡലമാണ് തിരൂരങ്ങാടി. മുസ്ലിം ലീഗ് AK ആൻ്റണിക്ക് വേണ്ടി മാറി നിന്ന മണ്ഡലം കൂടിയാണ് തിരൂരങ്ങാടി. ആദ്യമായി നമുക്ക് ഓർമ്മ വരുന്ന തിരൂരങ്ങാടിയെക്കുറിച്ച് കേൾക്കുമ്പോൾ അങ്ങനെ ഒരു മുഖമാണ്. AK ആൻ്റണിക്ക് മത്സരിക്കാൻ വേണ്ടി തിരൂരങ്ങാടി മണ്ഡലം മാറ്റിവെക്കുകയായിരുന്നു. അദ്ദേഹം അവിടെ വിജയിക്കുകയും ചെയ്തു. നമുക്ക് തിരൂരങ്ങാടിയെക്കുറിച്ച് നമ്മൾ ആദ്യം ഓർമ്മിക്കുമ്പോൾ അഹമ്മദ് കുട്ടിയുടെ പേര് നമ്മൾ ഓർമ്മിക്കുന്നുണ്ട്. അതിനുശേഷം PK അബ്ദുറപ്പ്, വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന PK അബ്ദുറപ്പ് മത്സരിച്ച മണ്ഡലമാണ്. അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം, അഹമ്മദ് കുട്ടിയുടെ ഭൂരിപക്ഷം 19,000 16,000 ആയിരുന്നു 2001 2016. 2011 30,000 വോട്ടിനാണ് PK അബ്ദുറപ്പ് ജയിക്കുന്നത്. പക്ഷേ 2016 എത്തിയപ്പോൾ PK അബ്ദുറപ്പിന് ഒരു ഞെട്ടൽ അവിടെ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഭൂരിപക്ഷം നിയാസ് പുളിക്കലത്തിൻ്റെ ഭൂരിപക്ഷം വളരെ കുറഞ്ഞ 6,000 വോട്ടിനാണ് PK അബ്ദുറപ്പ് 2016 തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറുന്നത്. പിന്നീട് 2021 PK അബ്ദുറപ്പിന് സീറ്റ് കിട്ടുന്നില്ല. KP മജീദ് അവിടെ MLA ആയിട്ട് വരുന്നു. KP മജീദിൻ്റെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ 9,578. അന്നും നിയാസ് പുളിക്കലത്ത് തന്നെയാണ് സ്വതന്ത്രമായിട്ട് മത്സരിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും തിരൂരങ്ങാടി എന്ന് പറയുന്നത് ലീഗിൻ്റെ അല്ലെങ്കിൽ UDFൻ്റെ ഒരു കോട്ട തന്നെയാണ്. ഒരു പ്രധാന വോട്ട്, ഒരു മണ്ഡലത്തിൽ 9,500 വോട്ട് എന്നൊക്കെ പറയുന്നത് കംഫർട്ടബിളായ ഒരു മെജോറിറ്റിയാണ്. ആ രീതിയിൽ നോക്കുമ്പോൾ തിരൂരങ്ങാടി കൂടി UDFനൊപ്പം നിൽക്കേണ്ട മണ്ഡലമാണ്. അത് UDFനൊപ്പം ചായും തന്നെയാണ് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റുന്നത്. അപ്പോൾ പൊന്നാനിയും തവനൂരും ഒഴിച്ച് തിരൂരങ്ങാടി എണ്ണുമ്പോഴും തിരൂരങ്ങാടി ഒരു തവണയൊക്കെ ചിലപ്പോൾ ഒരു ചാഞ്ചാട്ടം ഞാൻ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ആ ചാഞ്ചാട്ടം എന്ന് പറഞ്ഞാൽ 6,000 എത്തിയിട്ടുള്ളൂ, അതിന് താഴത്തേക്കൊന്നും പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ തിരൂരങ്ങാടി ഒരിക്കലും UDFൽ നിന്ന് നഷ്ടപ്പെടുമെന്ന് നമുക്ക് പറയാൻ പറ്റും. അടുത്തത് കോട്ടയ്ക്കൽ നിയോജക മണ്ഡലമാണ്. കോട്ടയ്ക്കൽ നിയോജക മണ്ഡലം എന്ന് പറഞ്ഞാൽ പഴയ കുറ്റിപ്പുറം നിയോജക മണ്ഡലമാണ്. KT ജലീൽ PK കുഞ്ഞാലിക്കുട്ടി അട്ടിമറിച്ച കുറ്റിപ്പുറം നിയോജക മണ്ഡലത്തിൻ്റെ പുനർനിർണയത്തിന് ശേഷം ആ മണ്ഡലം പിന്നീട് കോട്ടയ്ക്കലായി മാറുകയാണ് ചെയ്യുന്നത്. അതായത് നഗരസഭ, കോട്ടയ്ക്കൽ നഗരസഭയും വളാഞ്ചേരിയും കുറ്റിപ്പുറം, എടയൂർ, ഇരുമ്പിളിയും പൊന്മല പഞ്ചായത്തുകളൊക്കെ കൂടിയതാണ്, മാറാക്കര പഞ്ചായത്തൊക്കെ കൂടിയതാണ് കോട്ടയ്ക്കൽ നിയമസഭാ മണ്ഡലം. ആയുർവേദത്തിൻ്റെ ഈറ്റില്ലമാണെന്നാണ് നമ്മൾ കോട്ടയ്ക്കലിനെ അറിയപ്പെടുന്നത് തന്നെ. കോട്ടയ്ക്കൽ ആയുർവേദശാലയൊക്കെയാണ് നമ്മൾ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരിക. 2011 ശേഷമാണ് ആ മണ്ഡലം വരുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ 2011 IUML, അതായത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് വേണ്ടി മത്സരിച്ചത് അബ്ദുസമദ് സമദാനിയാണ്. അദ്ദേഹം പിന്നീട് ആബിദ് ഹുസൈൻ തങ്ങൾ 2016, പിന്നെ 2021 ആബിദ് ഹുസൈൻ തങ്ങൾ തന്നെയാണ്. 2011 സമദാനിയുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 35,902 ആയിരുന്നു. പിന്നീട് 2011 സമദാനി മാറുകയും പിന്നെ 2016 ആബിദ് ഹുസൈൻ തങ്ങൾ വരികയും അദ്ദേഹം ആ ഭൂരിപക്ഷം അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല, 15,000 ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ളൂ. പക്ഷേ അദ്ദേഹം 2021 നിലനിർത്തി 16,000 ആക്കി നിലനിർത്തുകയും ചെയ്തു. NCP ആണ് സാധാരണ ഈ മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. കോട്ടയ്ക്കൽ NCP ആണ് മത്സരിക്കുന്നത്. മമ്മൂട്ടിയായിരുന്നു കഴിഞ്ഞ തവണ MCPയുടെ നേതാവ്. മമ്മൂട്ടി അതിന് മുമ്പ് PK കുരുക്കളായിരുന്നു. BJPക്ക് വലിയ വോട്ട് ബാങ്ക് ഒന്നുമില്ല, 10,000 13,000 വോട്ട് BJPക്ക് ഉണ്ട് എന്നുള്ളത്. അതായത് ആദ്യം 2016 BJP 13,000 വോട്ടുണ്ടായിരുന്നു, പിന്നെ 3,000 കുറഞ്ഞു. ആദ്യം 7,000 ഉണ്ടായിരുന്നുള്ളൂ 2011. അപ്പോൾ ഇതാണ് കോട്ടയ്ക്കൽ മണ്ഡലത്തിൻ്റെ അവസ്ഥ. സ്വാഭാവികമായും കോട്ടയ്ക്കൽ ഒരു UDF അനുകൂല മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ UDFന് മാത്രമേ അത് UMLൻ്റെ സ്ഥാനാർത്ഥി തന്നെയാണ് ജയിക്കുക. അബ്ദുൽ ഹുസൈൻ തങ്ങൾ തന്നെയാണ് അവൻ സ്ഥാനാർത്ഥി ആവാൻ സാധ്യത. അദ്ദേഹം തന്നെ വിജയിക്കാനാണ് സാധ്യത. UDFൽ ഇതുവരെ പറഞ്ഞ ഒറ്റ മണ്ഡലം പോലും ഇതുവരെ LDFന് വന്നിട്ടില്ല. എല്ലാം UDFനാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത് പോകുന്നത്. ഇനി അടുത്ത മണ്ഡലത്തിലേക്ക് വരാം. അത് മലപ്പുറം നിയമസഭാ മണ്ഡലമാണ്. മലപ്പുറം നിയമസഭാ മണ്ഡലത്തിലേക്ക് വന്നാൽ മലപ്പുറം ജില്ലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലങ്ങളിൽ ഒന്നാണ്. അതിൽ CH മുഹമ്മദ് കോയ മുതൽ MK മുനീർ മുതൽ M ഉമ്മർ മുതൽ ഇങ്ങനെ വലിയ നേതാക്കളുടെ നിര നമുക്ക് അവിടെ കാണാൻ പറ്റും. UA വീര P ഉബൈദുള്ളയാണ്. കഴിഞ്ഞ 3 തവണയായിട്ട് PA ഉബൈദുള്ളയാണ് ആ മണ്ഡലം പ്രതിനിധീകരിക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം 3 തവണയും അത് നിലനിർത്തുന്ന കേസാണ് ഉണ്ടായത്. ഓരോ തവണയും അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം വളരെ പ്രധാനപ്പെട്ട ഭൂരിപക്ഷമാണ് ഉണ്ടായത്. ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് 77,000 വോട്ടാണ് 2011 കിട്ടിയത്. 33,000 വോട്ട് LDFന് കിട്ടിയിട്ടുള്ളൂ. LDF അടുത്ത തെരഞ്ഞെടുപ്പിൽ 12,000 വോട്ട് ഉയർത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് 4,000 വോട്ടിൻ്റെ വർധന ഉണ്ടായിട്ടുണ്ട്. വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടിയത് തന്നെയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പിന്നെയും നേരെ മെച്ചപ്പെടുത്തി 93,000 വോട്ട് അദ്ദേഹം
ആ മണ്ഡലത്തിൽ ഏറ്റവും ലീഡ് ചെയ്ത വോട്ട് അദ്ദേഹത്തിന് കിട്ടി. 57,000 വോട്ട് മാത്രമേ CPM കിട്ടിയിട്ടുള്ളൂ. അതായത് നമ്മൾ ആലോചിക്കേണ്ടത് 57 മൈനസ് ഏകദേശം 36,000 വോട്ടിനാണ് അദ്ദേഹം കഴിഞ്ഞ തവണ വിജയിച്ച് കയറുന്നത്. 37,000 അടുത്ത് വോട്ടിനാണ് അദ്ദേഹം വിജയിച്ച് കയറുന്നത്. അത്രയേറെ ലീഗിൻ്റെ, അതായത് മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലം മലപ്പുറം നിയമസഭാ മണ്ഡലമാണ്. അപ്പോൾ ഈ മണ്ഡലത്തെക്കുറിച്ച് നമ്മൾ പറയേണ്ടത് എന്താണ് എന്ന് നിങ്ങൾക്കറിയാം. അത് ലീഗ് LDF UDF നിലനിർത്തും എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. മലപ്പുറത്തെക്കുറിച്ച് നമുക്കധികം സംസാരിക്കേണ്ടതില്ല എന്നുള്ളതുകൊണ്ടാണ്. അടുത്ത മണ്ഡലം താനൂരാണ്. താനൂർ നമുക്കറിയാം V. അബ്ദുറഹ്മാൻ്റെ മണ്ഡലം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ച് ശ്വാസം അടക്കി പിടിച്ച് നമ്മൾ കണ്ട ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ തവണത്തത്. ഇവിടെയും CH മുഹമ്മദ് പോയ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ജയിച്ച 57 അദ്ദേഹം സ്വന്തമായി നിന്ന് ജയിച്ച മണ്ഡലമാണ്. അദ്ദേഹം മുസ്ലിം ലീഗ് 1960 മുസ്ലിം ലീഗിൻ്റെ ഭാഗമായിട്ടും പിന്നീട് ഇങ്ങോട്ടേക്ക് വലിയ നേതാക്കൾ അഹമ്മദിനെ പോലുള്ള UAB അടക്കമുള്ള നേതാക്കൾ മത്സരിച്ച് ജയിച്ച മണ്ഡലമാണ് താനൂർ എന്ന് പറയുന്നത്. താനൂർ 2006 അബ്ദുറഹ്മാൻ രണ്ടകത്താണി വലിയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം 12,000 ഭൂരിപക്ഷത്തിന് അദ്ദേഹം ജയിച്ചതാണ്. അതേ അബ്ദുറഹ്മാൻ രണ്ടകത്താണിയാണ് 2011 മത്സരിച്ചത്. ജയനെതിരെയാണ് അദ്ദേഹം, അതും 9,000 ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നീടാണ് അവിടെ വലിയൊരു മത്സരം ശരിക്ക് സംഘടിപ്പിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ വലിയ മത്സരം നേരിടേണ്ടി വരുന്നത്. അതായത് കോൺഗ്രസിൽ നിന്ന് വിമതനായി വന്നിട്ടുള്ള അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ, മുസ്ലിം ലീഗിൻ്റെ അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ തോൽപ്പിക്കുന്നത് 2016 V. അബ്ദുറഹ്മാൻ 64,472 വോട്ട്. എന്നാൽ അബ്ദുറഹ്മാൻ രണ്ടത്താണിക്ക് 59,554 വോട്ട് മാത്രമേ, ഏകദേശം 5,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം, അല്ലെങ്കിൽ 4,000-ലധികം ഭൂരിപക്ഷം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് V. അബ്ദുറഹ്മാന്. അതിനുശേഷം നടന്ന മത്സരം 2021 PK ഫിറോസിനെതിരെ. അതൊരു ഇഞ്ചോടിഞ്ച് മത്സരമായിരുന്നു. ആർക്കും പ്രവചനാതീതമായ ഒരു മത്സരം. ആര് ജയിക്കുമെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റാത്തൊരു മത്സരമായിരുന്നു അത്. അവസാനം V. അബ്ദുറഹ്മാൻ തന്നെ ആ മണ്ഡലം നിലനിർത്തുകയാണ് ചെയ്തത്. താനൂർ ജയിക്കുന്നത് വെറും 785 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് താനൂർ V. അബ്ദുറഹ്മാൻ ജയിക്കുന്നത്. ഒരു പരിധിവരെ ഈ മണ്ഡലം ആരോപിച്ച് നിൽക്കുമെന്ന്. ഇത്തവണ ആ മണ്ഡലം UDF നിലനിർത്തുമെന്ന്, UDF പിടിച്ചെടുക്കുമെന്നാണ്. കഴിഞ്ഞ 2 തവണ നഷ്ടപ്പെട്ട മണ്ഡലം, V. അബ്ദുറഹ്മാൻ നഷ്ടപ്പെട്ട മണ്ഡലം, ഇനി അദ്ദേഹത്തിന് നിലനിർത്താൻ സാധ്യത വളരെ കുറവാണ്. ഇത്തവണ അത് ലീഗ് നേടിയെടുക്കും. അപ്പോൾ തവനൂരും ഒരു അട്ടിമറി ഉണ്ടാവും എന്നാണ്. ലീഗിൻ്റെ അട്ടിമറിയാണ് നമ്മൾ പ്രവചിക്കുന്നത്. 100% സാധ്യത അതാണ്. വലിയ വോട്ടിനല്ലെങ്കിൽ കൂടി ഒരു 2,000-3,000 വോട്ടിന് താഴത്ത്, 3,000 വോട്ടിന് താഴെ അല്ലെങ്കിൽ 2,000 വോട്ടിന് താഴെ ചെറിയൊരു മാർജിനിൽ ലീഗ് ജയിച്ച് കയറുമെന്ന് തന്നെയാണ് നമുക്ക് പറയാവുന്നത്. അതായത് ലീഗിന് അനുകൂലമായ സാഹചര്യങ്ങൾ ആ മണ്ഡലത്തിലുണ്ട്. V. അബ്ദുറഹ്മാൻ തോൽവി സമ്മതിക്കേണ്ടി വരും എന്നാണ് നമ്മൾ കരുതുന്നത്. 2021 പോലെ ആയിരിക്കില്ല 2026. താനൂർ UDF പിടിച്ചെടുക്കും, LDFന് താനൂർ നഷ്ടപ്പെടുമെന്നുള്ളതാണ്. തൊട്ടടുത്ത മണ്ഡലം തിരൂരാണ്. തിരൂർ കഴിഞ്ഞ തവണ 2021 കുറുക്കോളി മൊയ്തീൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയാണ്. ഗഫൂർ P. ലില്ലിസ് ആയിരുന്നു CPMൻ്റെ സ്ഥാനാർത്ഥി. അതായത് 7,214 ഭൂരിപക്ഷം മാത്രമാണ് ആ മണ്ഡലത്തിൽ 2021 ലഭിച്ചത്. 2016 C. മമ്മൂട്ടിയായിരുന്നു. അതിൽ 2016 കിട്ടിയ ഭൂരിപക്ഷം 7,061. അതിനു മുമ്പുള്ള 2011 23,000 ഭൂരിപക്ഷം അവർക്ക് ലഭിച്ചിട്ടുള്ളത്, ലീഗിന് ലഭിച്ചത്. അതിന് മുമ്പ് 2006 അവിടെ ഒരു അട്ടിമറിയുണ്ട്. ശരിക്കും 2006 അട്ടിമറി, പ്രതീക്ഷിക്കാത്തൊരു അട്ടിമറി 2006 ഉണ്ടായിട്ടുണ്ട്. 8,680 വോട്ടിന് PP അബ്ദുള്ളക്കുട്ടി 2006 അവിടെ CPMന് വേണ്ടി ET മുഹമ്മദ് ബഷീറിനെ തോൽപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായ തിരൂരെ മത്സരം എന്ന് പറഞ്ഞാൽ അതാണെന്ന് വേണമെങ്കിൽ പറയാം. CPM അട്ടിമറിച്ച മത്സരം. പക്ഷേ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പ് 2011 അതേ PP അബ്ദുള്ളക്കുട്ടിയെ C. മമ്മൂട്ടി 23,000 വോട്ടിനാണ് അവിടെ, മണ്ഡല പുനർനിർണയത്തിന് ശേഷമാണ് എന്നൊക്കെ പറയാം. എന്നിരുന്നാൽ കൂടി മണ്ഡലത്തിൻ്റെ പേരിലാണല്ലോ അറിയപ്പെടുന്നത്. ആ രീതിയിൽ വന്നാൽ വലിയ രീതിയിൽ ഇതിനെതിരെയുള്ള മത്സരം ഉണ്ടായിട്ടുണ്ട്. ആ മത്സരത്തിൽ ലീഗിന് വിജയമാണ്. സ്വാഭാവികമായിട്ടും ഇനി ലീഗ് അത് നിലനിർത്താൻ തന്നെയാണ് സാധ്യത. ഇപ്പം കുറുക്കോളി മൊയ്തീനാണ്, അദ്ദേഹത്തിന് 7,200 വോട്ട്, ഒരു 7,000, 8,000, 10,000 വോട്ടിനുള്ളിൽ ആ വോട്ട് പിടിച്ചുകൊണ്ട് CPM അത് നിലനിർത്തുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ലീഗ് നിലനിർത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. യാതൊരു അത്ഭുതവും അവിടെ സാധിക്കില്ല എന്നുള്ളത് നമുക്കറിയാം. തിരൂരും UDFന് അനുകൂലമായിട്ടാണ് വിധിയെഴുതുക. ഇതുവരെ പറഞ്ഞ ഒരു മണ്ഡലം പോലും LDFന് അനുകൂലമായിട്ട് വന്നിട്ടില്ല. എല്ലാ മണ്ഡലങ്ങളും UDFന് അനുകൂലമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. മലപ്പുറം UDFിലേക്ക് ചായുന്നോ എന്ന് നമുക്ക് ഇപ്പോൾ തന്നെ സംശയമില്ലാതെ പറയാൻ സാധിക്കും. അടുത്ത മണ്ഡലം തവനൂരാണ്. തവനൂർ KT ജലീൽ എന്ന ഫാക്ടറാണ് തവനൂർ LDFനെ വിജയിപ്പിക്കുന്നത്. തവനൂർ KT ജലീൽ ഇല്ല എങ്കിൽ എങ്ങനെയാണ് സംഭവങ്ങൾ വരിക?
എന്നുള്ളത് വേണം നമ്മൾ കരുതാൻ. അപ്പോൾ അങ്ങനെ വേണം. കെ ടി ജലീലിൻ്റെ ആബ്സെൻസിലാണോ പ്രസൻസിൽ, അങ്ങനെയാണ് നമ്മൾ കെ ടി ജലീലിൻ്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ തവനൂർ നിയോജക മണ്ഡലം 2008 മണ്ഡല പുനർനിർണയത്തിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അപ്പോൾ അത് 2011 കുറ്റിപ്പുറത്തെ വിജയത്തിന് ശേഷം 2005 കുറ്റിപ്പുറത്തെ വിജയത്തിന് ശേഷം തവനൂർ മണ്ഡലത്തിലേക്ക് നേരിട്ട് എൻട്രിയാണ് ആരുടെ, കെ ടി ജലീൽ നേരിട്ട് തവനൂർ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കാൻ ഇറങ്ങുകയാണ്. അപ്പോൾ തവനൂർ നിയോജക മണ്ഡലത്തിൽ ആദ്യത്തെയും രണ്ടാമത്തെയും തവണ നല്ല മത്സരം, രണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ തവനൂർ കെ ടി ജലീൽ ജയിച്ചു വരുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ തവണ 2021 വലിയ മത്സരം, കെ ടി ജലീലിന് വലിയ മത്സരം ഫിറോസ് കുന്നുംപറമ്പിലിൻ്റെ മേലിൽ ഉണ്ടാവുന്നുണ്ട്. അവിടെ BDJ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത് BJPക്ക് വേണ്ടിയിട്ട്. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ വിട്ടുകളയാവുന്നതാണ്. പക്ഷേ അവിടെ 2021 വലിയ മത്സരം, ഏകദേശം 2564. നമ്മൾ ആലോചിക്കേണ്ടത് 2011 6800 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. 2016 അത് 17,000 ഉയർത്താൻ കെ ടി ജലീലിന് സാധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ 2021 എത്തുമ്പോൾ കെ ടി ജലീലിനെ സംബന്ധിച്ചിടത്തോളം ആ ഭൂരിപക്ഷം വളരെ കുറഞ്ഞു. ഒരുപാട് ആരോപണങ്ങളൊക്കെ കെ ടി ജലീലിനെതിരെ ഉണ്ടായിരുന്നു 2564. പക്ഷേ അവിടെയും പിടിച്ചു നിന്നു കെ ടി ജലീൽ. അവിടെയാണ് കെ ടി ജലീൽ എന്ന നേതാവിൻ്റെ ആ മണ്ഡലത്തിലുള്ള ഇമ്പാക്റ്റ് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് കെ ടി ജലീൽ തോറ്റിട്ടില്ല. അപ്പോൾ 2026 കെ ടി ജലീലാണ് മത്സരിക്കുന്നതെങ്കിൽ നിസ്സംശയം പറയാം കെ ടി ജലീൽ തന്നെ അവിടെ ജയിക്കും, അതിൽ മാറ്റം ഉണ്ടാവില്ല. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പം മന്ത്രി ഉണ്ടാകുമ്പോൾ കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട്, ഈന്തപ്പഴം ഖുറാനുമായി ബന്ധപ്പെട്ട്, ഇങ്ങനെ പല രീതിയിലുള്ള ആരോപണങ്ങൾക്ക് EDയുടെ അന്വേഷണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ജനങ്ങളുടെ ഇടയിൽ ചെറിയ ഇമ്പാക്റ്റ് ഉണ്ട്. പിന്നെ ഫിറോസ് കുന്നുംപറമ്പിൽ വന്ന് മത്സരിക്കുന്നു എന്നുള്ളൊരു ചാരിറ്റി മാൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ അനുകൂലമായ പ്രചരണങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം ഉണ്ടായിരിക്കുകയും കെ ടി ജലീൽ അവിടെ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരുപാട് ഫാക്ടറുകൾ ഉണ്ടാകുമ്പോൾ എതിർ ഫാക്ടർ ഉണ്ടാകും കെ ടി ജലീൽ പിടിച്ചു നിന്ന മണ്ഡലമാണ്. 2500 വോട്ട് എന്ന് പറഞ്ഞാൽ ഒരു നിയമസഭാ മണ്ഡലത്തിൽ കുഴപ്പമില്ലാത്തൊരു വോട്ടാണ്. 5000 താഴെ 2500 ഇടയിൽ ഒരു വോട്ട് എന്നൊക്കെ പറയുന്നത് കുഴപ്പമില്ല. 2000 താഴെ പോയാലാണ് നമ്മളൊരു ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറയും. ഇത് അങ്ങനെ പറയാൻ പറ്റില്ല. കംഫർട്ടബിൾ അല്ല എങ്കിൽ കൂടി കുഴപ്പമില്ലാത്തൊരു ഭൂരിപക്ഷമാണ് ഒരു നിയോജക മണ്ഡലത്തിൽ, നിയമസഭയിൽ. ഇപ്പോൾ 2500 വോട്ടിൻ്റെ ഭൂരിപക്ഷം അന്ന് നേടിയിട്ടുണ്ടെങ്കിൽ കെ ടി ജലീൽ 2026 പിണറായി വിജയൻ ഉറപ്പായിട്ടും അടുത്ത നിയമസഭയിൽ കെ ടി ജലീലിനെ വരും. കെ ടി ജലീൽ CPMൻ്റെ നാവ് കൂടിയാണ് നിയമസഭയിൽ. സ്വാഭാവികമായിട്ടും അത്രയും വലിയ ഒരു നാവിന് ഇപ്പോൾ M സ്വരാജ് പോയിരുന്നു. CPMന് അങ്ങനെയുണ്ട്. കോൺഗ്രസിന് ഓരോരോ മത്തിക്കോട് നാടൻ, അല്ലെങ്കിൽ ഇപ്പോൾ രാഹുൽ മാക്കൂട്ടത്തിൽ വന്നിരിക്കുന്ന ഒരു പ്രസംഗത്തിന് കഴിവുള്ള, അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരെ കൃത്യമായി പറഞ്ഞും ഒതുക്കാൻ പറ്റുന്നൊരു നേതാവിനെ ആഗ്രഹിക്കും. ആ രീതിയിൽ 2026 കെ ടി ജലീൽ തന്നെ മത്സരിക്കും. അദ്ദേഹത്തിന് ആഗ്രഹമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം തന്നെ മത്സരിക്കാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ ആ മണ്ഡലം ആദ്യമായി, നമ്മൾ ഇതുവരെ പറഞ്ഞ മണ്ഡലത്തിൽ ആദ്യമായി CPMന് LDFന് ഒരു മണ്ഡലം നമ്മൾ പറയുന്നു, അത് തവനൂരാണ്. നമ്മൾ അവരുടെ സിറ്റിംഗ് സീറ്റായ നിലമ്പൂരും താനൂരും അവിടെ പറഞ്ഞിട്ടില്ല. മറ്റൊരു അട്ടിമറി നമ്മൾ പ്രവചിച്ചിട്ടില്ല. ആകെ നമ്മൾ പറയുന്ന ഒരേ ഒരു മണ്ഡലം, അത് തവനൂരാണിപ്പോൾ. തവനൂരിൽ നമുക്ക് പൊന്നാനിയിലേക്ക് പോകാം. കേരളത്തിൽ ഒരുപാട് ചരിത്രപ്രസിദ്ധമായ സ്ഥലങ്ങളുള്ള മണ്ഡലമാണ് പൊന്നാനിയിൽ ഇപ്പോഴത്തെ MLA എന്ന് പറയുന്നത് നന്ദകുമാറാണ്. അതിനു മുമ്പ് സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ 2 തവണ ജയിച്ച മണ്ഡലമാണ് പൊന്നാനി. പിന്നീട് അതിനു മുമ്പ് മന്ത്രിയായിട്ടുള്ള പാലോളി മുഹമ്മദ് കുട്ടി മത്സരിച്ച് ജയിച്ച മണ്ഡലമാണ്. 1996 പാലോളി മുഹമ്മദ് കുട്ടി ജയിക്കുന്നു. 2001 MP ഗംഗാധരൻ വലിയൊരു അട്ടിമറി അവിടെ നടത്തുന്നു. അദ്ദേഹം 2001 അദ്ദേഹം തോൽപ്പിക്കുന്നത് TK ഹംസയെയാണ്. TK ഹംസയെ തോൽപ്പിച്ച് 2001 അദ്ദേഹം നിയമസഭയിലെത്തുന്നു. പക്ഷേ 96 ജയിച്ച അതേ പാലോളി മുഹമ്മദ് കുട്ടിയെ 2006 LDF പരിഗണിക്കുന്നു. അദ്ദേഹം വിജയിച്ചു വരുന്നു. P. ശ്രീരാമകൃഷ്ണൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 4101. 2016 P. ശ്രീരാമകൃഷ്ണൻ പ്രത്യേകിച്ച് വലിയ ഭൂരിപക്ഷം LDFന് കിട്ടിയ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ 15,000 ആ വോട്ട് ഉയർത്തുകയാണ് ചെയ്യുന്നത് P. ശ്രീരാമകൃഷ്ണൻ. 2021 നന്ദകുമാറിൻ്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് മുതൽ ചെറിയ അസ്വാരസ്യങ്ങൾ പൊന്നാനി നിയോജക മണ്ഡലത്തിൽ കേട്ടിരുന്നു. പക്ഷേ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് AM രോഹിത്തിനെതിരെ അദ്ദേഹം വിജയിക്കുന്നത് 17,043 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. ആ മണ്ഡലത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഭൂരിപക്ഷം അന്ന് അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒരു മണ്ഡല ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അത് കോൺഗ്രസിനൊന്നിച്ചും CPMനൊന്നിച്ചും മാറി നിന്ന ഒരു ചരിത്രം അതിനുണ്ട്. MP ഗംഗാധരൻ അത് 77 ജയിച്ചിട്ടുണ്ട്. VPC തങ്ങൾ മുസ്ലിം ലീഗിന് വേണ്ടി ജയിച്ചിട്ടുണ്ട്. കുഞ്ഞമ്പു കോൺഗ്രസിന് വേണ്ടി ജയിച്ചിട്ടുണ്ട്. അങ്ങനെ പല രീതിയിൽ, അതായത് 2001 എത്തുമ്പോഴാണ്, ഒരു 2001 ശേഷം 2006 മുതലാണ് ഇത് LDFൻ്റെ കോട്ടയായിട്ട് മാറുന്നത്. ശരിക്കും മണ്ഡല പുനർനിർണയത്തിന് ശേഷം 2011
4000, പിന്നീട് അത് 15,000, പിന്നെ 17,000, അങ്ങനെ ഒരു വളർച്ചയുടെ LDFിൻ്റെ ഒരു വളർച്ചയുടെ ഘട്ടം, അല്ലെങ്കിൽ CPMന് വലിയ രീതിയിൽ കൂടുന്ന മണ്ഡലം കൂടിയാണ് പൊന്നാനി. മലപ്പുറത്തെ മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ശരിക്കും മലപ്പുറത്ത് ഒരു ചുവന്ന കോട്ട എന്ന് പറയാം. അത് ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും ടൈറ്റ് മത്സരം നടക്കുമ്പോൾ പൊന്നാനിയിൽ അങ്ങനെ ഒരു വലിയ മത്സരം കാണാറില്ല. LDFിന് അനുകൂലമായ മത്സരമാണ് കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകളായിട്ട്, പ്രത്യേകിച്ച് 2006 ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്നത്. ഇത്തവണയും നന്ദകുമാർ തന്നെയാണ് മത്സരിക്കാൻ സാധ്യത. അപ്പോൾ ഇത്തരം മണ്ഡലങ്ങൾ, നമ്മൾ 15 മണ്ഡലങ്ങൾ പറഞ്ഞതിൽ 13 മണ്ഡലങ്ങളും പറഞ്ഞിട്ടുള്ളത് UDFിനാണ്. LDFിന് 14ാമത്തെ മണ്ഡലം തവനൂരാണ്. 15ാമത്തെ മണ്ഡലം വരുന്നു, അത് പൊന്നാനിയാണ്. 2, 13 എന്ന രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. LDF 2, UDFിന് 13 മണ്ഡലങ്ങൾ. അപ്പോൾ പൊന്നാനി നിയമസഭാ മണ്ഡലം UDFിന് ഒരിക്കലും കിട്ടാനുള്ള സാധ്യതയില്ല. അത് LDFിൻ്റെ കയ്യിൽ ഒതുങ്ങുമെന്നുള്ളത് തന്നെയാണ്. നന്ദകുമാർ തന്നെ മത്സരിക്കാനാണ് സാധ്യത. അദ്ദേഹം തന്നെ വിജയിക്കുകയും ചെയ്യും. കാരണം അദ്ദേഹം ഒരു തവണ മാത്രമേ മത്സരിച്ചിട്ടുള്ളൂ. ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വന്നേക്കാം. പക്ഷേ എന്നാലും മണ്ഡലം ഒരിക്കലും കയ്യിൽ നിന്ന് പോവില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. അങ്ങനെ ഒരു പൊന്നാപുരം കോട്ട പോലെ കാത്തിരിക്കുന്ന ഒരു ചുവന്ന കോട്ടയാണ് മലപ്പുറത്തെ. മറ്റെല്ലാം ലീഗും കോൺഗ്രസും ജയിച്ചു വരുമ്പോൾ വളരെ ശക്തമായി CPMനൊപ്പം നിൽക്കുന്ന ഒരു മണ്ഡലമാണ് പൊന്നാനി. ആ പൊന്നാനിയിൽ മാറ്റം ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. ആ ഒരു പ്രതീക്ഷ നമുക്കില്ല. പൊന്നാനി LDFിനൊപ്പം നിൽക്കുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. അടുത്ത മണ്ഡലം എന്ന് പറഞ്ഞാൽ വള്ളിക്കുന്നാണ്. വള്ളിക്കുന്ന് മണ്ഡല പുനർനിർണയത്തിന് ശേഷം 2008 മണ്ഡല പുനർനിർണയത്തിന് ശേഷമാണ് അവർ ആ മണ്ഡലം രൂപീകരിക്കുന്നത്. അപ്പോൾ ചെറിയൊരു ആയുസേ ആ മണ്ഡലത്തിനുള്ളൂ. 2011 അവിടുത്തെ MLA KNA ഖാദറാണ്. KNA ഖാദർ KV ശങ്കരനാരായണൻ സ്വന്തം സ്ഥാനാർത്ഥിക്കെതിരെ അദ്ദേഹത്തിന് ലഭിച്ച ഭൂരിപക്ഷം 18,112 ആണ്. 2016 എത്തുമ്പോൾ അബ്ദുൾ ഹമീദിനെതിരെ അഡ്വക്കേറ്റ് OK തങ്ങളാണ് INLൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. INLൻ്റെ സ്ഥാനാർത്ഥിക്ക് അന്ന് ലഭിച്ചത് 12,610 ഭൂരിപക്ഷം ലഭിച്ചത് അബ്ദുൾ ഹമീദിന്. KNA ഖാദർ മാറി PK അബ്ദുൾ ഹമീദായി അവിടുത്തെ സ്ഥാനാർത്ഥി. അദ്ദേഹത്തിന് കിട്ടിയ ഭൂരിപക്ഷം 12,610 ആണ്. അപ്പോൾ ഈ മണ്ഡലത്തെക്കുറിച്ച് നമ്മൾ ഇനിയൊന്നും പറയാനില്ല. 2021 കേരളത്തിൽ LDFിൻ്റെ രണ്ടാം ഭരണം ഉണ്ടായ സമയത്തും അവിടെ മത്സരിച്ചത് അബ്ദുൾ ഹമീദിനെതിരെ മത്സരിച്ചത് AP അബ്ദുൾ വഹാബാണ്. INLൻ്റെ സംസ്ഥാന നേതാവ്, ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിലൊരാൾ AP അബ്ദുൾ വഹാബാണ് മത്സരിച്ചത്. 57,000 വോട്ടാണ് അദ്ദേഹത്തിന് കിട്ടിയത്. 14,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് AP അബ്ദുൾ ഹമീദ് ആ മണ്ഡലം നിലനിർത്തുന്നത് എന്ന കാര്യം ആലോചിക്കാം. അപ്പോൾ ഈ മണ്ഡലത്തെക്കുറിച്ച്, വള്ളിക്കുന്നിനെ കുറിച്ച് നമുക്ക് വേറൊന്നും പറയാനില്ല. വള്ളിക്കുന്ന് UDFിന് 10,000-ലധികം വോട്ട്, അതായത് 14,000 വോട്ട് ഭൂരിപക്ഷം നൽകിയ മണ്ഡലമാണ്. തേഞ്ഞിപ്പാലമൊക്കെ അടങ്ങിയ, ചേലമ്പ്ര അടങ്ങിയ, പള്ളിക്കൽ, വള്ളിക്കുന്ന് പഞ്ചായത്തുകളൊക്കെ അടങ്ങിയ മണ്ഡലമാണ്. തിരൂരങ്ങാടി താലൂക്കിൽ ഉൾപ്പെടുന്ന സ്ഥലമാണ്. ഈ മണ്ഡലം UDF നിലനിർത്തും തന്നെയാണ് നമുക്ക് ഇപ്പം പറയാൻ. അപ്പോൾ കഴിഞ്ഞ 2 വീഡിയോകളിലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത് 16 നിയോജക മണ്ഡലങ്ങളാണ്. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണുക. ആദ്യത്തെ 8 അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ 8 ഈ വീഡിയോയിലാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഈ 16 നിയോജക മണ്ഡലങ്ങളിൽ നിയമസഭയിലേക്കുമുള്ള മത്സരത്തിൽ 2026 14 സീറ്റിലും UDF വരും എന്നാണ് നമ്മൾ പറയുന്നത്. LDFിന് നിലമ്പൂരും താനൂരും നഷ്ടപ്പെടുമെന്നും തവനൂരും പൊന്നാനിയും അവർ നിലനിർത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. LDFിന് 2 സീറ്റ് മാത്രമാണ്, തവനൂരും പൊന്നാനിയുമാണ്. തവനൂരിൽ തന്നെ KT ജലീൽ മത്സരിച്ചാൽ ആണ് സാധ്യത. മത്സരിക്കുന്നില്ലെങ്കിൽ ആ മണ്ഡലം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ 15-1 മാറാനും സാധ്യതയുണ്ട്. പൊന്നാനി LDFിന് നഷ്ടപ്പെടാനും യാതൊരു സാധ്യതയുമില്ല. ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും നല്ല ഫൈറ്റുണ്ട്. തവനൂർ KT ജലീൽ മത്സരിച്ചാൽ അതിൽ സ്വാഭാവികമായിട്ടും ജയിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ വന്നാൽ 14-2 നമ്മൾ പ്രതീക്ഷിക്കുന്ന സീറ്റ് എന്ന് പറയുന്നത്. KT ജലീൽ മത്സരിക്കുമെന്ന് നമ്മൾ ഉറപ്പിക്കുന്നു. മലപ്പുറം ജില്ല UDFിന് അനുകൂലമായി വിധി എഴുതുമെന്നാണ്. നമ്മൾ വയനാട് 3-0 പറഞ്ഞതുപോലെ ഏകദേശം ഒരു ക്ലീൻ സ്വീപ്പിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. 14-2 എന്ന് പറയുന്ന സീറ്റിലേക്ക് CPM ഇപ്പോൾ എല്ലാ കാലത്തും CPMന് വലിയ മത്സരം ഇടതുപക്ഷത്തിന് വലിയ മത്സരം നേരിടുന്ന സ്ഥലമാണ്. ഒരിക്കലും അവർക്ക് പച്ച തൊടാൻ സാധിക്കാറില്ല. പച്ച ലീഗിൻ്റെ ഒരു കോട്ടയാണ്. പൊന്നാപുരം കോട്ട തന്നെയാണ് മലപ്പുറം. കോൺഗ്രസിൻ്റെ ചില സീറ്റുകളൊക്കെ വന്നേക്കാം എന്നല്ലാതെ പൂർണ്ണമായും മലപ്പുറം ജില്ല ലീഗിൻ്റെ അപ്രമാദിത്വമുള്ള ജില്ലയാണ്. അങ്ങനെ വരുമ്പോൾ CPMന്, കോൺഗ്രസ്സിന് ഒന്നും സീറ്റുകൾ വളരെ കുറയുകയും ലീഗിന് വലിയ സീറ്റുകൾ ഉണ്ടാവുകയും ചെയ്യുക. ലീഗ് നിലനിർത്തും തന്നെയാണ്. നമ്മൾ സീറ്റുകളെല്ലാം നിലനിർത്തുകയും 2 സീറ്റുകൾ പിടിച്ചടക്കുകയും ചെയ്യും. അവസാനത്തെ ടാലി മലപ്പുറം ജില്ലയിൽ 14-2 എന്നുള്ളതാണ് 2026 നിയമസഭാ ഇലക്ഷനിലെ നമ്മളുടെ പ്രൊഡിക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം. ചാനൽ ഇഷ്ടപ്പെട്ടെന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ചാനലാണ്, മുന്നോട്ട് പോകുന്നുണ്ട്. വലിയ രീതിയിൽ ആക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ട്. കുറേ കമൻറ്റുകൾ കിട്ടുന്നുണ്ട്. എതിരഭിപ്രായങ്ങളുണ്ട്. ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സ്വാഭാവികമാണ്, മനുഷ്യ സഹജമാണ് ചില തെറ്റുകൾ. അത് ചൂണ്ടിക്കാണിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ. അത് ക്രൂരമായിട്ടൊക്കെ ചെയ്യാൻ കേട്ടോ, അതിൽ തെറ്റില്ല. തെറിവിളികൾ ഒഴിവാക്കുക. മാക്സിമം നമ്മൾ തന്തയ്ക്ക് വിളിയൊക്കെ ഒഴിവാക്കുക എന്ന് പറയാറില്ലേ. തെറിവിളികൾ ഒഴിവാക്കി മാന്യമായി സംസാരിക്കാൻ എല്ലാവരും ശ്രമിക്കുക. നമ്മൾ റിപ്ലൈയും അങ്ങനെ തന്നെയാവും. അപ്പോൾ വലിയ പ്രതീക്ഷയാണ് നമുക്കുള്ളത്.
മലപ്പുറം ജില്ല നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത പാലക്കാട് ജില്ല അടക്കമുള്ള ജില്ലകൾ ഇനി അടുത്ത മണ്ഡലങ്ങളിൽ പറയും. പാലക്കാടൊക്കെ വലിയ മത്സരം നടക്കുന്ന ജില്ലയാണ്, അത് നമ്മൾ പിന്നീട് പറയുന്നത്.